അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ വാസില റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅ്തീതു മക്കാനത്ത് തൗറാത്ത് അസ്സബഅത്ത് തിവാൽ വഉഅ്തീതു മക്കാനത്ത് സബൂർ അൽ മിഈൻ വഉഅ്തീതു മക്കാനൽ ഇൻജീൽ അൽ മസാനി വഫുള്ളിൽതു ബിൽ മുഫസ്സൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തൗറാത്തിൻ്റെ സ്ഥാനത്ത് എനിക്ക് 7 സുദീർഘമായവ നൽകപ്പെട്ടു. സബൂറിൻ്റെ സ്ഥാനത്ത് എനിക്ക് 100 നൽകപ്പെട്ടു. ഇൻജീലിൻ്റെ സ്ഥാനത്ത് എനിക്ക് ആവർത്തിക്കപ്പെടുന്നവ നൽകപ്പെട്ടു. ഞാൻ മുഫസ്സൽ കൊണ്ട് പ്രത്യേകം ശ്രേഷ്ഠനാക്കപ്പെടുകയും ചെയ്തു. ഇമാം അഹ്മദ്, ഇമാം തൊബറാനി, ഇമാം ബൈഹഖി റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസ്, തൗറാത്തിനും സബൂറിനും ഇൻജീലിനും പകരമായി അതിൻ്റെ എല്ലാം സന്ദേശവും സാരാംശവുമുള്ള സൂറത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകപ്പെട്ടു. പ്രവാചകന് മാത്രമായി മുഫസ്സലും നൽകപ്പെട്ടു എന്നാണ് ഈ ഹദീസ് പറയുന്നത്. തൗറാത്തിന് പകരമായി 7 സുദീർഘമായവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബഖറ മുതൽ സൂറത്തു തൗബയും അൻഫാലും ഒന്നായി ചേർത്ത് അൻഫാൽ വരെയുള്ള സൂറത്തുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഓരോന്നിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുമുണ്ട്. സബൂറിൻ്റെ സ്ഥാനത്ത് നൽകപ്പെട്ട 100 എന്നത് 100-ലേറെ ആയത്തുകളുള്ള സൂറത്തു യൂനുസ് മുതൽ സൂറത്തുൽ ഫാത്തിർ വരെയുള്ള സൂറത്തുകളാണ്. ഇൻജീലിൻ്റെ സ്ഥാനത്ത് നൽകപ്പെട്ട ആവർത്തിക്കപ്പെടുന്നവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് യാസീൻ മുതൽ ഫത്ഹ് വരെ അല്ലെങ്കിൽ ഹുജറാത്ത് വരെയുള്ള സൂറത്തുകളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകപ്പെട്ട മുഫസ്സൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഹുജറാത്ത് അല്ലെങ്കിൽ ഖാഫ് മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകളാണ്. സുദീർഘമായ സൂറത്തുകളായതുകൊണ്ടാണ് അസ്സബഅത്ത് തിവാൽ എന്ന് ബഖറ മുതൽ അൻഫാൽ വരെയുള്ള സൂറത്തുകൾക്ക് പേര് വന്നത്. 100-ലേറെ ആയത്തുകളുള്ളത് കൊണ്ടാണ് മിഈൻ എന്ന് ആ സൂറത്തുകളെ പേര് വിളിക്കുന്നത്. മസാനി എന്ന് പേര് വിളിക്കാനുള്ള കാരണം ഈ സൂറത്തുകളിൽ വാർത്തകളും ഉദാഹരണങ്ങളും ഗുണപാഠങ്ങളും ഏറെയേറെ ആവർത്തിച്ചു വരുന്നു എന്നതുകൊണ്ടാണ്. നിർബന്ധകർമ്മങ്ങളും ശിക്ഷാനിയമങ്ങളും ഈ സൂറത്തുകൾ ഏറെ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ്. മുഫസ്സൽ എന്ന് ചെറിയ സൂറത്തുകൾക്ക് പേര് ലഭിച്ചത് ഓരോ സൂറത്തിനുമിടയിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം കൊണ്ട് ഫസലുകൾ, വേർതിരിക്കലുകൾ ഉള്ളതുകൊണ്ടാണ്. മുൻകാല വേദങ്ങളുടെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന സൂറത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകപ്പെട്ടതോടൊപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി ഇന്നത്തെ ഉമ്മത്തിന് സവിശേഷമായി അള്ളാഹു നൽകിയതാണ് മുഫസ്സൽ അഥവാ ചെറിയ സൂറത്തുകൾ. സൂറത്തുൽ ഹുജറാത്ത് അല്ലെങ്കിൽ ഖാഫ് മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകൾ. വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളെയും, സബഅത്ത് തിവാലിനെയും മിഈനെയും മസാനിയെയും മുഫസ്സലിനെയും അടുത്തറിയാൻ, മനസ്സിലാക്കാൻ പരിഭാഷകളിലൂടെ, വിശദീകരണ വായനയിലൂടെ ശ്രമിക്കുകയും ഖുർആനിലേക്ക് കൂടുതൽ അടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.